ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ത്രീ കിങ്സ് ചർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഗോവയിലെ വൺ ഓഫ് ദി ഹോണ്ടഡ് പ്ലേസ് ആണ്. അതായത് പ്രേതത്തിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു ചേർച്ചാണ്. ബേസിക്കലി ഒരു കുന്നിൻ്റെ മുകളിലുള്ള ചേർച്ചാണ്. ആൻഡ് ഇത് അടച്ചിട്ടിരിക്കുന്ന ചേർച്ചാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കുള്ളൂ. ജാനുവരി 6 മാത്രം തുറക്കുന്ന ഒരു ചേർച്ചാണ്. സോ എൻ്റെ ഇൻട്രോ ഫുട്ടേജ് കാണാണ്ടേ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ തരുന്നത്. ആൻഡ് ഇനി നമുക്ക് വ്ളോഗ് കാണാം കേട്ടോ. കണ്ടു, ഇതൊരു ഹിൽ ഏരിയ ആണ് കേട്ടോ. ഒരു കുന്നിൻ്റെ മീതിയാണുള്ളത്. ചുറ്റും നല്ല രസമായിട്ടുള്ള ഗ്രീനറിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ വെയിലൊന്ന് താന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം കാണിക്കാം, കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ ഒന്നും കാണില്ല അവിടെ. അപ്പോൾ ഇനി നമുക്കതിൻ്റെ മീതിക്ക് കയറണം. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ കയറാം കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, അത്ര അധികമൊന്നുമില്ല, എന്നാൽ പോലും കുറച്ച് കഷ്ടപ്പാടാണ്. അങ്ങനെ ഇവിടെ പകൽ സമയത്തൊക്കെ നല്ല വെയിലാണ്, ഭയങ്കര വെയിലാണ്. പക്ഷേ ഒന്ന് വെയിലാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നാൽ നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. നല്ല കാറ്റൊക്കെയാണ്. ഈവൻ ചൂടുകാലത്ത് പോലും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. പിന്നെ ഇപ്പോൾ കാണാമല്ലേ, നല്ല രസമായിട്ടുള്ള ഫുള്ള് കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ഗ്രീനറിയും കൂടാണ്ട് അവിടെ കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര കിടിലാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോയാലാണ് ചർച്ച്. ഞാൻ പറഞ്ഞില്ലേ, ചർച്ച് പൂട്ടിയിടും എന്നുള്ളത്. വർഷത്തിലൊരിക്കൽ മാത്രമേ തുറക്കുള്ളൂ. അത് ജാനുവരി 6 അപ്പോൾ ഇത് കുന്നാണ്. നമുക്ക് അവിടേക്ക് വേണമെങ്കിൽ അവിടേക്ക് പോയി നോക്കാം. നല്ല രസമായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ പുല്ലൊക്കെ വളർന്നുണ്ട്. ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മെഞ്ഞാന്നുകൂടി നല്ല അസലായിട്ട് മഴ പെയ്തു. ഈവൻ ദോ മഴക്കാലമൊക്കെ കഴിഞ്ഞു വെച്ചാലും മഴയൊന്നും ശരിക്കും നിൽക്കണില്ല അവിടെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ശരിക്കും ഫോണിൻ്റെ ക്യാമറ ആയതുകൊണ്ട് അത്ര രസമില്ല കാണാൻ. ശരിക്കുള്ള ക്യാമറയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തും കേട്ടോ. ഉണ്ടല്ലോ, കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തും. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണെന്നാണ് പറയണത്. നല്ല രസമായിട്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടുമല്ലോ അവിടെ വന്നു കഴിഞ്ഞാൽ. അത്ര നല്ല ഭംഗിയുള്ള ഗ്രീനറിയാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് asvi ക്രിയേറ്റീവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ asvi മലയാളത്തിൽ വിടാം കേട്ടോ ഇനി. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ചെയ്തത്. അത് അങ്ങനെ ഫോട്ടോഷൂട്ടായിട്ടൊന്നുമല്ല. ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവനാണ് ഫോട്ടോസൊക്കെ എടുത്തു തന്നത്. ഈവൻ ദോ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ക്യാമറയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് കാരണം, അതായത് ഈ സ്ഥലം കാരണം നല്ല രസമായിരുന്നു ഫോട്ടോസൊക്കെ. അപ്പോൾ ഇതാണെന്ന് അറിയില്ല കേട്ടോ, നല്ല ചൂടുണ്ട്. മഴ പെയ്യുമെന്ന് അറിയില്ല. സാധാരണ നല്ല കാറ്റൊക്കെ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെ. അവിടെ ഈ മുക്കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ കാണാണ്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. അവിടെ ചേർച്ച് ഉണ്ടല്ലോ, ചേർച്ചിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ ഇവിടത്തെ പ്രേതത്തിൻ്റെ കഥ പറഞ്ഞുതരാം കേട്ടോ. പേടിയാവരുത് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെയിലൊന്നും ആറുമ്പോഴാണ് തിരക്കുണ്ടാവുക. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. തിരക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ചേർച്ച്. ഇല്ലടാ, വീണില്ല കേട്ടോ. അവിടെ ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പോൾ ഇതാണ് ചർച്ച്. പലരും വന്നിട്ട് ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിക്കും. ആൻഡ് ഇവിടെ ഒരു ഒരു പ്രയറിന് വേണ്ടിയിട്ടാണ്, എന്തിനാണെന്നറിയില്ല, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജ് പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് ശരിക്കുള്ള വ്യൂ ഉണ്ടല്ലോ, കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്നുള്ള വ്യൂ ആണ് കിടിലം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ പൊന്നോ, എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. ഇവിടെ പിന്നെ കുറച്ച് ചെയറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-3 ചെയറൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. ആൻഡ് കുറച്ച് മുന്നോട്ട് നീങ്ങട്ടെ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറേ പിള്ളേർ സെറ്റാണ്. ടൂറിസ്റ്റുകളുടെ കുറച്ച് ബഹളവും കാര്യങ്ങളുണ്ട്. നോക്കൂ, നല്ല രസമില്ലേ കാണാനായിട്ട്. എന്തൊരു ഭംഗിയാണ്. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ സൺസെറ്റ് കാണാനും നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് തന്നെ സൺസെറ്റ് കാണാൻ നല്ല രസമാണ്.
പിന്നെ ഒരു പൊല്യൂഷനൊന്നുമില്ല, നല്ല ഫ്രഷ് എയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞതെന്നുള്ളത് പറയാം. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം ഗോവയിൽ വന്നപ്പോൾ സൗത്ത് ഗോവയിലാണ് താമസിക്കുകയുണ്ടായത്. അപ്പോൾ ഞങ്ങൾ ടാക്സിക്കാരനോട് പറഞ്ഞു ഒരു നല്ല ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലം കാണിക്കുമോ, അങ്ങനെ വെച്ചാൽ നമുക്ക് പോവാം. നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല, അന്ന് തന്നെ തിരിച്ചു പോകണമായിരുന്നു. ആൾ പറഞ്ഞു ഒരു അടിപൊളി സ്ഥലമുണ്ട് സാർ, ഞങ്ങളവിടെ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞിട്ട് ടാക്സിക്കാരൻ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കി. ആൾ പോയി. ആൾ പറഞ്ഞു ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴേ ആൾ വരുള്ളൂ എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിവിടെ നിൽക്കുക കേട്ടോ. കയറി വന്നു. എന്നപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകത ഫീൽ ചെയ്തു കേട്ടോ. ചേർച്ച് ഇവിടെ ഒരു വീണ് കിടക്കണ മരമുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ എനിക്കിപ്പോൾ ഉണ്ടെങ്കിൽ വെച്ചാൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം കേട്ടോ, അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് പൂച്ചയുണ്ടായിരുന്നു, അങ്ങനെ ഒരു കറുത്ത പൂച്ച. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് തോന്നി. ഉച്ച സമയമായിരുന്നു, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 1/2 മണിക്കൂറൂടെ കറങ്ങി തിരിഞ്ഞിട്ട് താഴെ പോയി നിന്നപ്പോഴേക്കും ടാക്സിക്കാരൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടാക്സിയിൽ ഇരുന്നിട്ടാണ് നോക്കണത് ഇത് ഏതാ സ്ഥലം എന്നൊക്കെ ഉള്ളത്. അപ്പോഴാണ് അറിയണത് ഇത് ഹോണ്ടഡ് പ്ലേസിലുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോഴാണ് പറയണത് ഇതിൻ്റെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രാജാക്കന്മാരുണ്ടായിരുന്നു, പോർച്ചുഗീസ് രാജാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 രാജാക്കന്മാരും തമ്മിൽ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലൊരു രാജാവ് എന്ത് ചെയ്തു വെച്ചാൽ ബാക്കി 2 രാജാക്കന്മാരെയും വിഷം കൊടുത്ത് കൊന്നു. എന്നിട്ട് ഇവിടെ തന്നെ ഈ ചോദിച്ചുള്ള ഈ സ്ഥലത്ത് തന്നെയാണ് അവരെ അടക്കം ചെയ്തത്. പക്ഷേ ഇത് ബാക്കിയുള്ള ജനങ്ങളെല്ലാം അറിയുകയും അപ്പോൾ അവർക്ക് എല്ലാം ഈ രാജാവിനോട് ദേഷ്യം തോന്നിയിട്ട് ഈ രാജാവിനെ ഉപദ്രവിക്കാൻ വരുമ്പോൾ രാജാവ് അത് പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആ രാജാവിനെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രാജാക്കന്മാർ മരിച്ചിട്ട് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാത്തതുകൊണ്ട് അവരിവിടെ കറങ്ങി നടക്കുന്നുണ്ട്. പലരും ഈ രാജാവിനെ കണ്ടിട്ടുണ്ട്. രാത്രി ആൾക്കാരിങ്ങനെ, രാത്രി എന്നല്ല പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പ്രേതം ഉണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് ആണ് ഇവിടെ ഈ എന്താണ് ഈ ചേർച്ച് ഫങ്ഷനിങ് അല്ലാത്തതും വർഷത്തിലൊരിക്കൽ മാത്രം ഇത് തുറക്കുന്നതും. അതാണ് ഇവിടുത്തെ ഒരു പറയപ്പെടുന്നത്. അതേപോലെ ഗോവയിൽ എനിക്ക് തോന്നുന്നു ഒരു ഹൈവേയും അങ്ങനെയല്ല ഏട്ടാ, ഒരു ഹൈവേ ഉണ്ട് ഇതേപോലെ ഹോണ്ടഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും സ്ത്രീയെ കണ്ടിട്ടുണ്ടെന്നോ, വെള്ള സാരി എടുത്ത സ്ത്രീയെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയണം. അപ്പോൾ ഇന്ത്യയിൽ 2 ഹോണ്ടഡ് പ്ലേസ്, അതായത് 2 സ്ഥലങ്ങൾ പ്രേതം ഉണ്ടെന്ന് പറയപ്പെടുന്ന 2 സ്ഥലങ്ങൾ ഗോവയിലുണ്ട്. ഒന്ന് ഒരു ഹൈവേ ആണ്, ഒന്ന് ആ ഹൈവേ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഹൈവേ ഇല്ലേ, ഏത് നമ്പറാ നമ്മുടെ ഹൈവേ ഏതാ? അത് വേർത്ത് കുടിച്ചിട്ട് അവിടെ കയറി വന്നപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി, നല്ല ചൂടുണ്ട്. ഞങ്ങൾക്ക് ഒരു തവണ രാത്രി അതിൽ കൂടെ വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പ്രേതത്തിനെ കാണുമോ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനെ ഒരു സ്ഥലമാണ്. ഹോണ്ടഡ് പ്ലേസ് ആണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും കിടില സ്ഥലമാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ, പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, ലൈക്ക് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട്. ഈ അടുത്ത് ഞാൻ കേരളത്തിൽ നിന്ന് ഒരു കപ്പിളിൻ്റെ കണ്ടു പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട്. എമ്മാരി കിടിലാണ്. ക്രിസ്ത്യൻ വെഡിങ് ആണ്. ആൻഡ് അവരുടെ ലൈക്ക് ഈ ഗൗണിട്ട് അവരുടെ വെയിലില്ലേ അതിങ്ങനെ കിടക്കുമ്പോൾ ഈ ചർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് കാണിക്കുമ്പോൾ അതിൽ കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ തിന്നാനൊന്നും കിട്ടില്ല. വിശന്ന് കഴിഞ്ഞാൽ വിശന്നിരിക്കേണ്ടി തന്നെ വരും. അപ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മക്കുട്ടിയെ അപ്പോൾ വിശന്നിരുന്ന് കഴിഞ്ഞാൽ വിശന്നിരിക്കാൻ തന്നെ വേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് തിന്നാൻ കൊണ്ടുവരാൻ. ഇവിടുത്തെ എനിക്കൊരു ഭയങ്കര ഒരു വിഷമം ഉള്ളത് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെയും ബിയർ ബോട്ടിൽസും അങ്ങനെയൊക്കെ കിടക്കണം കാണാം. ആൻഡ് എന്താ ഇവിടെ ഒന്ന് കഴിക്കണതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാല്ല. പക്ഷേ ഇവിടെ തന്നെ ഒരു വേസ്റ്റ് കളയണോണ്ടാണ് വിഷമം തോന്നുന്നത്. ഇത്ര നല്ല വൃത്തിയായിട്ടുള്ള ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ലല്ലോ. ഇമ്മ എന്താ ചെയ്യണേ? അപ്പോൾ എനിക്ക് ആൾക്കാർ ഇവിടെ തന്നെ ഇങ്ങനെ ഈ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് പോകുമ്പോൾ അതെന്തോ നല്ലതല്ല എന്ന് തോന്നാറുണ്ട്. അല്ലേ ഇമ്മക്കുട്ടി? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പാടില്ല പറയൂ. പാടില്ല. നീ വാ, എനിക്കാം, നമുക്ക് നടക്കാം. ഇമ്മക്കുട്ടിക്ക് 2 കൊമ്പൊക്കെ കെട്ടി കൊണ്ടതാണ്. പക്ഷെ കൊമ്പൊക്കെ ഇപ്പോൾ ഇത്തിരി ലൂസായി അല്ലേ ഇമ്മ? കൊമ്പൊക്കെ ലൂസായില്ലേ? വരൂ നമുക്ക് നടക്കാം. വാടാ നടക്കാം. ഈ മണ്ണിൽ ഇങ്ങനെ ഇരിക്കണ്ട. അപ്പൊ ഇമ്മ ഇവിടെ ഇരിക്കാന്നാണ് പറയണത്. അപ്പൊ എന്തായാലും ഇവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് അവിടെ കസാരയിൽ പോയി ഇരിക്കാന്നാ. പ്ലീസ് ബേബി. എനിക്ക് അങ്ങനെ ചക്കര കുറ്റി. മുന്നൊന്നും വേണ്ട അതൊന്നും പറയാറില്ല കേട്ടോ. ഇപ്പൊ എന്ത് ചോദിച്ചാലും നോ വേണ്ട, നോ വേണ്ട. എന്ത് ചോദിച്ചാൽ ഇമ്മ ഭക്ഷണം കഴിക്കാം, നോ നോ വേണ്ട, നോ വേണ്ട. എന്ത് ചോദിച്ചാലും അതെ. ഇപ്പോൾ എല്ലാം വേണ്ട. വലിയ ആളായി. ഇപ്പോൾ 2 വയസ്സാര ആകുമ്പോഴേക്കും ഒക്കെ വലിയ ആളായി അല്ലേ? ഒരു വേണ്ടക്കാരി.
ഒരു വേണ്ടക്കാരി. പിന്നില്ലേ എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാണ്ട്, ബിഗ് ബോസ് കഴിഞ്ഞുല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇൻ ദ സെൻസ് എനിക്ക് പേർളി ജയിക്കണം എന്നായിരുന്നു നല്ല മോഹം ഉണ്ടായിരുന്നു. എനിക്ക് പേർളിയെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമേ ഇഷ്ടമായിരുന്നു. എനിക്ക് ബിഗ് ബോസിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടമായി. കുറേ പേർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. കാരണം ഞാൻ യൂട്യൂബിലാണ് ഞാൻ കാണുക കേട്ടോ. അതിൽ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിംഗ് ഇല്ലേ, അതിലാണ് കാണുക. ഫുൾ എപ്പിസോഡ് ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ ഹോട്ട്സ്റ്റാറൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും 1 മണിക്കൂർ ഇരുന്ന് കാണാനുള്ള സമയവുമില്ല ക്ഷമയുമില്ല. അപ്പോൾ യൂട്യൂബിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാണ് കാണാറ്. അപ്പോൾ എന്നാൽ പോലും എനിക്ക് പേർളിയെ ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ടു ആൾ ഭയങ്കര ഇമോഷണലാണ്, കരയും. അമ്മയ്ക്ക് വെക്കാൻ വയ്യ. ഈവൻ ദോ ആൾ ഇമോഷണലാണ്, കരയും. ആൻഡ് അത് കുറേ പേർക്ക് അത് ഭയങ്കര ഫേക്കായിട്ടും ഒക്കെ തോന്നിച്ചാലും എനിക്കത് അറിയില്ല ഫേക്കാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലെങ്കിലും ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട്. പേർളി ആരെയും അങ്ങനെ കുറ്റം പറയാറില്ലല്ലോ. ലൈക്ക് ഒരാളുടെ അടുത്ത് പറയണത് മറ്റൊരാളുടെ അടുത്ത് ബാക്കി എല്ലാവരും അത് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ കാണാറുള്ളതല്ലേ. പേർളി അങ്ങനെ പറയാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നും അതിനെ. അപ്പോൾ എനിക്ക് പേർളി ജയിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കമൻറ്റ്സ് നോക്കുക എന്നുള്ളത്. ഞാനിതുവരെ ഒന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. കമൻറ്റ്സ് നോക്കുമ്പോൾ നമ്മുടെ അസ്വി ഫാമിലി കുറേ കുട്ടികൾ അതിലുണ്ട്, ഞാൻ കാണാറുണ്ട്. അവരേക്ക് DP വെച്ചിട്ട് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതിലിങ്ങനെ പലരെക്കുറിച്ച് അഭിപ്രായം എഴുതണമെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ മാത്രമല്ല കാണണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ എനിക്ക് പേർളി ജയിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കഷ്ടമായിപ്പോയി. കുറേ പേർക്ക് പേർളി ഇഷ്ടമില്ല. ഞാൻ ഇന്നലെ അമ്മയടുത്ത് പറഞ്ഞു, അയ്യോ അമ്മ പേർളി ജയിച്ചാൽ മതിയായിരുന്നു അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അയ്യേ അമ്മയ്ക്ക് പേർളി ഇഷ്ടമില്ല എന്ന് പറയണ്ടായി. അപ്പോൾ ഓരോരുത്തരെ ഇഷ്ടം എന്നുള്ളത്, നിങ്ങൾക്ക് ആരും ഇഷ്ടം എന്നുള്ളത് പറയണം കേട്ടോ. കാരണം പറയണം കേട്ടോ. എനിക്ക് പേർളിയാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആൾക്ക് സ്വഭാവങ്ങളിൽ കുറവുകളുണ്ടെങ്കിലും ആൾ ജെനുവിനാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കുറവുകളെ മറച്ചു വെച്ചിട്ട് ചില ഭയങ്കര ഫേക്കായിട്ട് അഭിനയിക്കും. എനിക്ക് അതിനേക്കാളും നല്ലതായിട്ട് തോന്നുന്നത് നമുക്ക് കുഞ്ഞു കുഞ്ഞു കുറവുകളുണ്ടെങ്കിലും അത് നമ്മൾ ജെനുവിനായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഭയങ്കര സത്യസന്ധത ഉണ്ടെന്നല്ല അതിനർത്ഥം. അപ്പോൾ എനിക്ക് അങ്ങനെ പേർളിയുടെ സ്വഭാവത്തിൽ കുറവുകളിലും ആ സത്യസന്ധത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ എപ്പോഴും നമ്മൾ മയിലിനെ കാണാറുണ്ട്. ഇപ്പോൾ അത് വൈകിയതുകൊണ്ടാണ് മയിലിനെ കാണാത്തത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ SVB ക്രിയേറ്റീവിലെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഗോവ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ടുള്ളതുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇംഗ്ലീഷിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ അതിൽ കാണാം. ഞാൻ അതിൽ മയിലിനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സൗത്ത് ഗോവയിലൊക്കെയാണ് സ്റ്റേ ചെയ്താൽ രാവിലെയും വൈകിട്ടും നല്ല സമയമാണ് കാണാനായിട്ട്, ഇവിടെ വരാനായിട്ട്. ഈടാ ഇവിടെ ഒരു കിടിലം വ്യൂ ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ കാണിച്ചു തരാം. വന്നിങ്ങനെ ജസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. നല്ല സുഖമാണ്. ഇപ്പോൾ ഈ ബാംഗ്ലൂർ നന്ദി ഹിൽസിലൊക്കെ പോയിട്ടുള്ള അതൊരു വേറൊരു ഇതാണ്. അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ, അതൊരു ചിൽ തണുപ്പ് സ്ഥലമാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന തണുപ്പല്ല ഇവിടെ. പക്ഷെ അവിടെ കിട്ടുമ്പോൾ നമുക്ക് പോയിട്ട് നന്ദി ഹിൽസ് കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അവിടെ പോയിട്ട് നമുക്കൊരു നല്ല സുഖം ഫീൽ ചെയ്യില്ലേ, നേച്ചറായിട്ട് അടുത്തിട്ടുള്ള നമുക്കൊരു സുഖം. ആ ഒരു സുഖം നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യും. കണ്ടോ, ഇവിടുന്ന് സൺസെറ്റ് കാണാൻ അടിപൊളിയാണ്. ആ നേരെ കാണുന്നത് വെള്ളമാണ്. ഇത് കടലാണോ കായലാണോ കേട്ടോ? അപ്പോൾ ഇത് കടലാണ് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് ഫോൺ ക്യാമറയാണ്. എൻ്റെ ക്യാമറയായിരുന്നു അടിപൊളിയായിട്ട് സൂം ചെയ്ത് കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ്. ഇതെന്താ ഇമ്മ? സണ്ണാണോ? സൺ പോയാൽ ഉറക്കെ പറയോ? സൺ പോയാൽ മൂട് വരും ഇത്ര. അങ്ങനെ ഇപ്പോൾ എന്തായാലും അപ്പോൾ ഇരുട്ടി തുടങ്ങിയാൽ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. കോക്കാച്ചി വന്നാലോ? ഇമ്മക്കുട്ടിക്ക് അറിയാം ഇവിടെ കോക്കാച്ചി ഉണ്ട്. 3 കോക്കാച്ചി 3 കോക്കാച്ചി ഉണ്ട്. കോക്കാച്ചി വന്നാൽ ഇമ്മക്കുട്ടി എന്താ പറയാ? ഹായ് പറയൂല്ലേ? അതെല്ലാവരും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തീരെ വെളിച്ചം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും ഇരുട്ടി തുടങ്ങിയ സ്ഥിതിക്ക് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. വരും. അപ്പോൾ ഇതൊരു കുട്ടി വ്ലോഗാണ്. ഞങ്ങൾക്കിനി അങ്ങോട്ട് അങ്ങനെ പ്ലാനൊന്നുമില്ല. വീട്ടിലേക്ക് പോകാനാണ്, വേറെ എവിടെയും കയറാനൊന്നും ഉദ്ദേശിക്കില്ല. അപ്പോൾ ഞാൻ വ്ലോഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പറ്റീച്ച വരുന്ന കണ്ടു നോക്കൂ. നല്ലൊരു സ്ഥലമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.